ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്ത മലയാളം ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയായിരുന്നു അസ്ത്ര എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ അടുത്തായിട്ട് കുറേ സിനിമകൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്, തിയേറ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒന്നും കാണാനുള്ള സമയം കിട്ടാറില്ലായിരുന്നു. അതുകൊണ്ടാണ് റിവ്യൂസ് ഒക്കെ ലേറ്റ് ആയത്. എന്തായാലും ഇതുവരെ ഇറങ്ങിയ എല്ലാ സിനിമകളും കണ്ട് വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് റിവ്യൂ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അസ്ത്ര എന്ന് പറഞ്ഞ സിനിമയുടെ വിശേഷങ്ങൾ നോക്കാം. ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് അമിത് ചക്കാലക്കൽ, സുഹാസിനി കുമരൻ, കലാഭവൻ ഷാജോണ്, അതുപോലെ തന്നെ മീന കുറുപ്പ്, ശ്രീകാന്ത് മുരളി എന്നിവരൊക്കെയാണ് സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഈ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കിയാൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഒരു ഫോറസ്റ്റ് ഓഫീസറെ കുറച്ച് ആൾക്കാർ ചേർന്ന് കൊല്ലുന്നതാണ്. അതിനുശേഷം ഒരു SIയെയും കൊല്ലും. ഈ രണ്ട് മർഡറാണ് നടക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നായകൻ വരുന്നതാണ്. കൊലപാതകം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചുമരിൽ ഒരു അസ്ത്രത്തിന്റെ ചിഹ്നം ബ്ലഡ് കൊണ്ട് വരച്ച് വെച്ചിട്ടുണ്ട്. അതാണ് അസ്ത്ര, സിനിമയുടെ പേര് വരുന്നതാണ്. അപ്പോൾ 1 മണിക്കൂർ 53 മിനിറ്റാണ്. 2 മണിക്കൂറിന് തൊട്ടടുത്തായിട്ടാണ് സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്. ഇതാണ് സിനിമയുടെ പ്ലോട്ട് വരുന്നത്. അപ്പോൾ അമിത് ചക്കാലക്കലാണ് പ്രധാന വേഷം കൈകാര്യം. അമിത് ചക്കാലക്കലിന്റെ സിനിമകൾ ഇതിനു മുമ്പ് ഏതാ കണ്ടത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പെർഫോമൻസ് ഒന്നും കുഴപ്പമില്ലായിരുന്നു, ആക്ഷനുകളൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കുറെ മുമ്പേ ഇറങ്ങേണ്ട ഒരു സിനിമ എന്നുള്ള രീതിയിലാണ്. ഒരു തട്ടിക്കൂട്ട് സിനിമ പോലെ, തട്ടിക്കൂട്ടല്ല, ക്വാളിറ്റി ഉണ്ട് സിനിമയ്ക്ക്. പക്ഷെ എന്നാലും ഒരു സ്റ്റോറി ആയിക്കോട്ടെ, തിരക്കഥ ആയിക്കോട്ടെ, എല്ലാം വളരെ ശോകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പുതുമയെ അവകാശപ്പെടാനല്ല എന്ന് പറയാം. വെറുതെ ഒരു സിനിമ, ആ രീതിയിലാണ് സിനിമയുടെ സ്റ്റോറി പോകുന്നത്. പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഓക്കെ ഫീൽ ആയിരുന്നു. നമ്മുടെ സന്ധ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിലൊക്കെ അവരൊക്കെ ഉണ്ടായിരുന്നു. ആക്ഷനുകളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ആക്ഷനുകളൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു വൗ ഫാക്ടർ തരാത്തൊരു സിനിമ എന്ന് പറയാം. വെറുതെ ഒന്ന് കണ്ടു നോക്കാൻ സമയം ഉണ്ടെങ്കിൽ വെറുതെ ഒന്ന് കണ്ടു നോക്കാവുന്ന സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയിട്ടുള്ളത്. സ്റ്റോറിയൊക്കെ ഒരുപാട് പഴക്കം ചെന്ന സ്റ്റോറി കാര്യങ്ങളൊക്കെയാണ്. 2023 റിലീസ് ചെയ്ത സിനിമയാണെന്ന് തോന്നുന്നു ഈ സിനിമ. ഇതിനോടൊപ്പം തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ആമസോൺ പ്രൈമിലും മനോരമ മാക്സിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും